ഇപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് മാത്രം വഞ്ചിക്കപ്പെട്ടത് 290 പേരാണ്. ഓർക്കണം, അത് കൊല്ലങ്കോട് മാത്രമാണ്. കബളിപ്പിക്കപ്പെട്ടവർ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയിരിക്കുന്നു. സീഡ് എന്ന സൊസൈറ്റി ഗ്രൂപ്പിൽ പണം മടക്കി നൽകുമെന്നാണ് സന്ദേശം. പണം മടക്കി നൽകുമെന്ന ഗ്രൂപ്പിൽ സന്ദേശമുണ്ട്. നിഖിൽ പ്രമേശാണ് ആ വാർത്തയുടെ ഒരു മറ്റൊരു. നിഖിൽ, ഒരു കോർഡിനേറ്റർ, ഇയാൾ തട്ടിപ്പ് രീതി വെച്ച് നോക്കിയാൽ അതിൻ്റെ കോർഡിനേറ്റർ ഉണ്ടാവണം. ആ കോർഡിനേറ്ററെ ഫോണിൽ പരാതിക്കാർ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നുണ്ടോ? ഹാഷ്മി, ഇപ്പോൾ ഏതാണ്ട് 290 ആളുകൾ അവരാണ് ഇപ്പോൾ ഈ കൊല്ലങ്കോട് മാത്രം, പാലക്കാട് കൊല്ലങ്കോട് എന്ന മേഖലയിൽ മാത്രം കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവരെല്ലാവരും ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക്, കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തിയിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അഡ്മിന് മാത്രമാണ് സംസാരിക്കാൻ കഴിയുന്നത്. പക്ഷേ അയാൾ നിരന്തരം ഈ പണം തിരികെ നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അക്കാര്യത്തിലൊരു ഉറപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇത് വിവിധ മേഖല, ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ ആളുകൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവരോട് നമുക്ക് ചോദിക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഗ്രൂപ്പിൽ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ നടക്കുന്നത്? അതെ അതെ. അതിനെന്താ പറയുന്നത്? അതിൽ ആള് പൈസ തരുന്നതാണ് പറയണത്, വേറെ ഒന്നും ഇടുന്നില്ല. ഞാൻ പെറ്റിക്കപ്പെട്ടില്ല, നിങ്ങൾക്ക് എന്തായാലും ക്യാഷ് തന്നിട്ടുള്ളത് തരുന്നതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതിലൊന്നും ഗ്രൂപ്പിലൊന്നും ആഡ് ചെയ്തൊന്നും ഇടാനൊന്നും പറ്റുന്നില്ല. പക്ഷെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല ആൾ. ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. വേറെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. നമ്മൾ കേസ് ഇതിന് മുന്നേ 2 ദിവസം മുന്നേ 34 പേര് കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ FIR ഒന്നും ഇതുവരെയും ഇട്ടിട്ടില്ല. ഒരു നടപടിയും ഇതുവരെയും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഇനി ബാക്കി ഇപ്പോൾ അതിനാണ് ഇപ്പം ഒരു 150 ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെറ്റീഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നാണ്. എന്തെങ്കിലും തീരുമാനം ഉണ്ടാകട്ടെ എന്നുണ്ട്. ആകെ എത്ര പേരുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ? 300 പേരുണ്ട്. 300 പേരും പറ്റിക്കപ്പെട്ടു. 300 പേരും പറ്റിക്കപ്പെട്ടു. അത് ഫോണ്, ലാപ്ടോപ്പ്, മിക്കവാറും 2 വീലർ, ബൈക്കിലാണ് എല്ലാവരും കൂടുതൽ ക്യാഷ് കൊടുത്തിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള ആളുകൾ, സ്ത്രീകൾ തന്നെയാണ് മൊത്തം. ആണുങ്ങൾക്ക് ഇല്ലല്ലോ, മൊത്തം സ്ത്രീകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം വള, ചെയിൻ, ഇങ്ങനെ ഗോൾഡ് എല്ലാം പണയം വെച്ചിട്ടാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത്. മിക്കവാറും ആൾക്കാരും ഇതിലൊരു 300 ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ പുറമെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ. ഞാനും കബളിപ്പിക്കപ്പെട്ടാണ്. എൻ്റെ ഭാര്യൻ്റെ പേരിൽ പൈസ അടച്ചു. എന്തായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ ഒരു ഉറപ്പ്? ഉറപ്പ് തന്നെ, ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സൊസൈറ്റി, അതിൻ്റെ പ്രസിഡൻറ്റ്, അതിൻ്റെ ആൾ, എല്ലാവരും ഉണ്ട് ഇതിൽ. വലിയ നേതാക്കന്മാർ അടുത്ത പ്രദേശത്ത് ഒരു 10 പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതൊക്കെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ കൂടുതൽ നമ്മളെന്ത് വിശ്വസിക്കുന്നു ചേട്ടൻ എന്താണ്, എന്ത് വാങ്ങിക്കാനായിരുന്നു? ഞാൻ AC വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എത്ര രൂപ? 37,500. ഭാര്യൻ്റെ പേരിലാണ്. ലേഡീസിനാണ് മുൻഗണന പറഞ്ഞപ്പോൾ ഭാര്യൻ്റെ പേരിലാണ് കൊടുത്തത്. നമ്മുടെ തൊട്ട് വീട്ടിൽ നമ്മുടെ വലിയച്ഛൻ്റെ മറ്റേ മകൾക്ക് ടെലിമെഷീൻ കൊടുത്തപ്പോൾ നമ്മൾ വിശ്വസിച്ചു. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് പേരും കൂടിയിട്ട്, ഞങ്ങളൊരു 5-6 പേരും കൂടിയിട്ട് 6 AC-യും 2 സ്കൂട്ടറും അതിന് വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട്. ചേച്ചി എന്തിനു വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തത്? ഞാൻ സ്കൂട്ടിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 62,200 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച പോലും ഞാൻ ഗിരീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പൈസ പോവില്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ സാധനം തരാം, എന്നെ വിശ്വസിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. എന്തെങ്കിലും ഈ പൊളിറ്റിക്കൽ ബന്ധമുള്ള ആളാണോ? അല്ല, ഞാൻ പൊളിറ്റിക്കൽ ബന്ധമുള്ള ആളാണ്. ഗിരീഷ് എനിക്ക് അത് അറിയില്ല. ഇങ്ങനെ സ്കൂട്ടി ബുക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ അയാൾ ആദ്യമായിട്ട് കാണുന്നത്. അതിനു മുമ്പ് എനിക്ക് അയാളെ അറിയാം. വിശ്വാസത്തിന്റെ പേരിൽ ചെയ്തതാണ്. അതാണ്. തൊട്ടടുത്തും ഞങ്ങളുടെ ഒരു ഇളയച്ചന് അതേപോലെ കൊടുത്തിട്ട് അവർക്ക് സ്കൂട്ടി, വാട്ടർ പ്യൂരിറ്റി, പിന്നെ വാക്യൂം ക്ലീനർ, AC അതൊക്കെ കിട്ടിയിരുന്നു. അപ്പം നമുക്കൊരു വിശ്വാസം വരുമല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും കൊടുത്തിരുന്നത്. ചേച്ചി എന്താണ്? ഞാനും സ്കൂട്ടർ തന്നെയാണ്. അതെ അതെ. രൂപ കൊടുത്തു. നമ്മൾ ടോട്ടൽ 62,200 കൊടുത്തിട്ടുണ്ട്. അതിൽ 6,200 അവരുടെ സർവീസ് ചാർജാണ്. എല്ലാ സ്കൂട്ടർക്കും അവർ വാങ്ങിക്കുന്നതാണ്. പിന്നെ ബാക്കി 56,000 നമ്മൾ കൊടുക്കുന്ന സ്കൂട്ടറിൻ്റെ പകുതി വില. ചിലർ 60,000 കൊടുത്തവരുണ്ട്. ഞാൻ കൊടുത്തത് 56,000. നമ്മൾ പലർക്കും കിട്ടിയതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് കൊടുത്തതും. പിന്നെ കൊടുക്കുന്നത് വലിയ പരിപാടി വെച്ചിട്ട് അവർ കൊടുക്കണം. അതിൻ്റെ മറ്റേ ഫോട്ടോസും ഒക്കെ ഗ്രൂപ്പിൽ ഇടാറുണ്ട് അവർ, ആ MLA-മാർ. അതാണ് പക്ഷേ ഇത്രയും ദിവസം ഇവരെ ആരും തന്നെ പ്രതികരിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് തിരികെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു പ്രതികരണം നൽകി അത് ഇല്ലാതാക്കണ്ടല്ലോ എന്നൊക്കെയാണ് അവർ കരുതിയത്. പക്ഷെ ഇത്ര ദിവസമായിട്ട് ഒരു വിവരവുമില്ല. അവർക്ക് ഗ്രൂപ്പിലൂടെ അല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നില്ല. ഗ്രൂപ്പിൽ തന്നെ അവർക്ക് മെസ്സേജ് ഇടാനും പറ്റുന്നില്ല. ഈ അഡ്മിന് മാത്രമാണ് മെസ്സേജ് ഇടാൻ കഴിയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ കൊടും തട്ടിപ്പ്, അതൊരു വലിയ തട്ടിപ്പ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ കൊല്ലങ്കോട് മേഖലയിൽ മാത്രം 300 പേരെന്ന് പറയുമ്പോൾ അത് പാലക്കാട് ജില്ലയിൽ ആകെ എടുക്കുമ്പോൾ അത് എത്ര ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത് സംസ്ഥാനത്തുടനീളം എടുക്കുമ്പോൾ എത്രത്തോളം ആളുകൾ. അങ്ങനെ നിസ്സഹായരായ ആളുകളെ, നിഷ്കളങ്കരായ മനുഷ്യരെ പറ്റിച്ചാണ് ഈ സംഘം ഒരു വലിയ തട്ടിപ്പ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് നീതി കിട്ടണം തങ്ങൾക്ക് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 300ഓളം ആളുകൾ ഇപ്പോൾ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ പറഞ്ഞതുപോലെ കൊടിയ തട്ടിപ്പ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കൊടൂര തട്ടിപ്പാണ്. ഒരുപക്ഷെ കേരളം കൊണ്ട് ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായിരിക്കും, അല്ലെങ്കിൽ കേരളം കൊണ്ട് ഏറ്റവും വലിയ തട്ടിപ്പാവണം അത്. ആടുതേക്ക് വാഞ്ചിയം എന്ന് പറയുന്നതൊക്കെ ഇതിന് മുന്നിൽ ചെറുതാണെന്ന് തോന്നുന്നു.
കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ തട്ടിപ്പിനിരയായവരാര് എന്ന് തിരയുന്നതിനേക്കാൾ കൂടുതൽ ഇയാളുടെ തട്ടിപ്പിനിരയാവാത്തവരാര് എന്ന് തിരയുന്നതാണ് എളുപ്പം തോന്നുന്നു. കാര്യം അത്രത്തോളം വ്യാപകമാണ്. എല്ലാ ജില്ലകളിലും ഓരോരോ മണിക്കൂറിൽ ഇപ്പോഴും പൈസ കിട്ടും, പരാതിയുമായി പോകേണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അങ്ങനെ പൈസ കിട്ടുന്നില്ല എന്ന പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവരൊക്കെ പരാതിയുമായി വരികയാണ്. കേരളത്തിലെ ആ ജില്ല മുതൽ അങ്ങേയറ്റം മുതൽ ഈ അങ്ങേയറ്റം വരെ എല്ലാ ജില്ലകളിലും പരാതിയുടെ പ്രളയമാണ്. നോക്കൂ, ഈ ഒരു 27,000 നടത്തിയ തട്ടിപ്പിൻ്റെ ആഴം, അതിൻ്റെ ഡെപ്ത് എത്രത്തോളമാണ് എന്ന് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. ഏതൊക്കെ രാഷ്ട്രീയക്കാർ അയാൾക്ക് കുടപിടിച്ചു എന്ന കാര്യവും വരും മണിക്കൂറുകളിൽ വ്യക്തമാവട്ടെ.